IT കമ്പനി ഉടമയെ ഹണി ട്രാപ്പിൽ പെടുത്തി 30 കോടി തട്ടാനായിട്ടുള്ളൊരു ശ്രമം. എറണാകുളത്ത് ഇൻഫോ പാർക്കിലെ IT കമ്പനി ഉടമയ്ക്കാണ് ഈ ഭീഷണി വന്നത്. IT കമ്പനി ഉടമയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്വേത ബിന്ദു എന്ന സ്ത്രീയും അവരുടെ ഭർത്താവ് കൃഷ്ണരാജുമാണ് ഇതിൻ്റെ പിന്നിൽ. തൃശ്ശൂർ ചാവക്കാട് വലപ്പാട് വീട്ടിലാണ് ശ്വേത ബിന്ദു. നേരത്തെ ഈ IT കമ്പനിയിലെ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴേ കൃഷ്ണരാജു വന്ന ശേഷം, കൃഷ്ണരാജുവായിട്ട് വിവാഹത്തിന് ശേഷം പണം ഉണ്ടാക്കാൻ എളുപ്പ മാർഗത്തിന് IT കമ്പനിയുടെ ഉടമയുമായി വിവാഹിതര ബന്ധം ഭാര്യയ്ക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചില ഭീഷണികളൊക്കെ അങ്ങോട്ട് കൊടുത്തു. ഇവന് കൂടാതെ IT കമ്പനിയുടെ ഉടമയും ശ്വേത ബിന്ദുവും തമ്മിലുള്ള ചാറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് വെളിപ്പെടുത്തും. IT കമ്പനിയുടെ ഉടമസ്ഥനെതിരായിട്ട് ഈ വിവാഹിതര ബന്ധത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ ചാറ്റ് ചെയ്ത കാര്യങ്ങളും, മോശമായ രീതിയിൽ ചാറ്റ് ചെയ്ത കാര്യവും വെളിപ്പെടുത്തും. ഇല്ലെങ്കിൽ 30 കോടി രൂപ വേണം. 30 കോടി രൂപയുടെ വരുമാനം കമ്പനിക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും 30 കോടി രൂപ ചോദിച്ചു. അതിനകത്ത് 10 കോടി രൂപ രൊക്കം തരണം, 10 കോടി രൂപ വീതമുള്ള 2 ചെക്കും തരണം. ഇതൊക്കെ തന്നെയായിരുന്നു ഡിമാൻഡ്. എന്തോ തുടക്കത്തിലോ എപ്പോഴും ഒരു 50,000 രൂപ പഴയ ജീവനക്കാരി ആയതുകൊണ്ടായിരിക്കാം IT കമ്പനി ഉടമ ഒരു 50,000 രൂപ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ പണം കിട്ടാതെ വന്നപ്പോൾ ശ്വേത ബിന്ദുവും കൃഷ്ണരാജുവും IT കമ്പനിയിലെ 3 പേരെ ജീവനക്കാരെ അവരൊരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. മുതലാളിയുടെ അടുത്ത് പറഞ്ഞാൽ 30 കോടി രൂപ തരണം, അതൊരു മുദ്രപത്രത്തിൽ എഴുതി തരണം ഉടനെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വെളിവാക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തി 30 കോടി രൂപയുടെ വിവരങ്ങൾ തരാനുണ്ടെന്നുള്ള രീതിയിൽ ഒരു മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചു. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം വീണ്ടും 50,000 രൂപ എങ്ങനെയോ ഒപ്പിച്ച ശേഷം 10 കോടി രൂപ രൊക്കവും 20 കോടി രൂപയ്ക്ക് 10 കോടി രൂപ വീതമുള്ള 2 ചെക്കും വേണമെന്ന് പറഞ്ഞു. ഏതായാലും 10 കോടി രൂപയുടെ 2 ചെക്ക് കൊടുത്തു. 10 കോടി രൂപ ഉടൻ തരാം, അത് ക്യാഷായിട്ട് കയ്യിൽ തരണം. ഏതായാലും IT കമ്പനി ഉടമ അത് സമ്മതിച്ചു. ശരി, ക്യാഷ് തരാം എന്ന് പറഞ്ഞ് അവരെ നിർത്തി. പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് 30 കോടി രൂപ മുദ്രപത്രത്തിൽ കൊടുക്കാനുണ്ടെന്നുള്ള ആ ഡോക്യുമെൻ്റ് കസ്റ്റഡിയിലെടുത്തു. അതുകൂടാതെ 2 ചെക്ക് 10 കോടി രൂപ വീതമുള്ള അതും കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ ഹണി ട്രാപ്പ് ഈ രീതിയിൽ അങ്ങ് ചീറ്റി. എങ്കിലും 2 പേരെയും സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച മുദ്രപത്രം ഒരു തെളിവ്. രണ്ടാമത് ആ മുദ്രപത്രത്തിലെ കണ്ടീഷൻ ശ്വേത ബിന്ദുവിനോ അല്ലെങ്കിൽ കൃഷ്ണരാജിനോ പണം കൊടുക്കാം എന്ന് പറഞ്ഞതാണ്, അവരുടെ അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളതാണ് 30 കോടി രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തത്. അത് തെളിവായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് വരും. കൂടാതെ 2 ചെക്ക് ലീഫ് 10 കോടി രൂപ വീതം അത് അവരുടെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടുണ്ട്. തെളിവുകൾ പൊതുവെ അതിനകത്ത് പ്രതികൾക്ക് പ്രതികൂലമായി തന്നെ ഉണ്ട്. നല്ല എവിഡൻസ് ഈ കാര്യത്തിലുണ്ട്. IT കമ്പനി മാനേജർ ഏതായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് വളരെ നന്നായി. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ സമൂഹത്തിൽ പലരും ഉണ്ട്. മാനാഭിമാനം വിചാരിച്ച് പലരും ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും പണമൊക്കെ കൊടുത്ത് പലരെ ഒതുക്കുന്ന കണ്ടിട്ടുണ്ട്. ഏതായാലും IT കമ്പനി ഉടമ ധൈര്യം കാണിച്ചത് വളരെ നന്നായി. ഇതുപോലെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സമൂഹം, നമ്മൾ ആരും അറിയാതെ പോവുകയാണ്. എങ്കിലും അദ്ദേഹം ക്ലാസിക്കായിട്ട് തന്നെ ഒരു ട്രാപ്പിലേക്ക് ഇവരെ കൊണ്ടുവന്നു. കാരണം 30 കോടി രൂപയുടെ ഒരു ട്രാപ്പ്, ഹണി ട്രാപ്പ് നടത്താൻ തയ്യാറായി വന്നവരെ തിരിച്ചൊരു ട്രാപ്പിലേക്ക് പെടുത്തി പോലീസിൽ അറിയിച്ച് അവരെ പിടിച്ചത് നന്നായിരിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവരും. കാരണം ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം സംസ്ഥാനത്ത് IT കമ്പനികളും മറ്റേ നടക്കുന്നുണ്ട്. കുടുംബമുള്ളവരൊക്കെ ചിലപ്പം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി അതിന്ന് പണം കൊടുത്തായാലും നഷ്ടപ്പെട്ടായാലും വേണ്ടില്ല, പണം കൊടുത്ത് ഒതുക്കിയ ധാരാളം സംഭവങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ വീട്ടിലൊക്കെ ചിലർക്ക് പലർക്കും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇതുപോലെയുള്ള ഒത്തീർപ്പിലേക്ക് പോകുന്നത്. ഏതായാലും ഇവിടെ ആ കമ്പനിയിലെ 3 ജീവനക്കാരെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞത് ആനമണ്ടനായിട്ട് ഉള്ളൊരു ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. അവർക്കൊന്നും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു മണ്ടത്തരം ആരും കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കമ്പനിയെ 3 സ്റ്റാഫിനെ ഓർഡറിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു
30 കോടി രൂപ തരാനുള്ളതിന് ഒരു എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചത് അത് ബുദ്ധിശൂന്യമായ ഒരു ക്രിമിനാലിറ്റി തന്നെ. അതുകൊണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ വരുമ്പം കഴിവുള്ളിടത്തോളം പോലീസിനെ അറിയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുക, അതേ മാർഗമുള്ളൂ. അല്ലെന്നുകൊണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് നമ്മൾ വിധേയമായി മാനവും അഭിമാനവും പോവും, പണവും പോവും.